നമസ്കാരം, ചാനൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇത് നോക്കുന്നത് റീസണിങ്ങിന്റെ ഒരു സെറ്റാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ POQ ചെയ്തിരുന്നു. അതുപോലെ ഒരു കഴിഞ്ഞ വർഷം അതായത് 2022-23 ചോദിച്ച റീസണിങ്ങിന്റെ POQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കുറച്ചൊന്ന് ചെയ്തു നോക്കുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചലഞ്ചർ ആപ്പിന്റെ വെബ്സൈറ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻ ലിസ്റ്റിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു ലോജിക്ക് വെച്ചിട്ട് ചെയ്യാനുള്ളതാണ്. ഒരു നമ്പർ സീരീസ് ലെറ്റർ സീരീസ് പോലത്തെ ഉള്ളതാണ് കേട്ടോ. അപ്പം എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ആദ്യത്തെ രണ്ട് അവർ തന്നിട്ടുണ്ട്, അതെങ്ങനെയാണ് നമുക്ക് പെയർ ചെയ്തിരിക്കുന്നത് നോക്കിയിട്ട് ഓപ്ഷനിൽ നിന്ന് എങ്ങനെയാണ് പെയർ ചെയ്യുന്നത് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, അപ്പൊ ആദ്യം ഇത് രണ്ടും എങ്ങനെയാണ് പെയർ ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ വിശദമായിട്ട് വായിച്ചാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു കുറച്ച് ക്ലസ്റ്റർ ഓഫ് പെയർസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് രണ്ട് ക്ലസ്റ്റർ ഓഫ് പെയർസ്. അതുപോലെ അടുത്തതിൽ അതായത് ഓപ്ഷൻ കണ്ട അതുപോലെ എങ്ങനെയാണ് മാച്ച് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുക, കോഡിംഗ് ഡീകോഡിംഗ് പോലെ. അപ്പൊ ഒന്നാമത്തെ വാക്ക് ടോർപെഡ. ഇത് കോഡ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? DEOOPRT എന്നാണ്. അതുപോലെ ഫ്ലിക്കർ FLICKER എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്? CEFIKLR. ഇങ്ങനെയാണ് കോഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം ഇത് തമ്മിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു ബന്ധം എന്ന് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഓപ്ഷനിൽ ഏതാണ് ആ ബന്ധമായിട്ട് തമ്മിൽ നമ്മൾ സാമ്യത ഉള്ളതെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ടോർപെഡ നോക്കാം. ടോർപെഡ നോക്കുമ്പോ നമുക്ക് കൂടുതൽ നേരം ഈ കോണോട് കോണൊക്കെ നമ്മൾ നോക്കുമ്പോ അങ്ങനെ ഒന്നും വരുന്നില്ല അല്ലെ. ABCD എങ്ങനെയെങ്കിലും ഇത് 6 ആണ്, പക്ഷെ ഇത് എന്ത് ചെയ്യുന്നില്ല, Fഉം Cയും അടുത്തടുത്താണോ അല്ലെങ്കിൽ രണ്ടെണ്ണം കഴിഞ്ഞിട്ടുള്ളതാണോ, എങ്ങനെയാണ് ഈ ആൽഫബറ്റിക് സീരീസ് എന്ന് നോക്കുക. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ടിലും O ഉണ്ട്, ഇതിലും 2 O ഇട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായത് എന്താണ്, ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി. ഓക്കെ, അതായത് ABCDE D ആണ്, E ആണ്, അപ്പൊ 2 O ഉണ്ട്, അത് കഴിഞ്ഞിട്ട് PRT ആൽഫബറ്റിക്കൽ ഓർഡറിൽ അങ്ങ് അറേഞ്ച് ചെയ്യണം. അപ്പൊ നമ്മൾ അടുത്ത് നോക്കേണ്ടത് ഈ ഓപ്ഷനിൽ ഏതൊക്കെയാണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പൊ ഇതെന്തായാലും വരില്ല, കാരണം 6 ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ആൽഫബറ്റിക്കൽ ഓർഡറിലല്ല. അതുപോലെ ക്ലോഷർ ആൽഫബറ്റിക്കൽ സീരീസിലായിരുന്നെങ്കിൽ E ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്, അപ്പൊ ഇതുമല്ല. അപ്പം ഇത് രണ്ടിലും ഏതായിരിക്കും? അതാണ് A വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, രണ്ടിലും A ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോ ACCLI അത് വരത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഇത് നോക്കാം, പെർട്ടൈൻ നോക്കാം. A വരുന്നുണ്ട്, E വരുന്നുണ്ട്, I കഴിഞ്ഞിട്ട് NPRT അതെല്ലാം ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 3rd ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഡയറക്ഷന്റെ ക്വസ്റ്റ്യൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. നമുക്ക് ആദ്യം നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഒക്കെ ഒന്ന് എഴുതി വെക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഗേൾ വാക്സ് പോയിന്റ് ഫ്രം X എന്ന് ഒരു പോയിന്റ് X ഉണ്ട്. അവിടെ നിന്ന് 70 മീറ്റർ നോർത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 70 മീറ്റർ നോർത്തിലേക്ക് പോയി, എന്നിട്ട് എന്ത് ചെയ്തു, ലെഫ്റ്റ് എടുത്തു, 150 മീറ്റർ പോയി, 150 മീറ്റർ ലെഫ്റ്റ് എടുത്ത് പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലെഫ്റ്റ് എടുത്ത് 70 മീറ്റർ താഴേക്ക് വന്നു. വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 90 മീറ്റർ ലെഫ്റ്റ് എടുക്കുന്നുണ്ട്, ഒരു 90 മീറ്റർ ലെഫ്റ്റ് എടുത്തു, 90 മീറ്റർ ലെഫ്റ്റ് എടുത്തു, പിന്നെയും ഒരു റൈറ്റ് എടുത്തു, 100 മീറ്റർ ഒരു റൈറ്റ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു 60 മീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ലെഫ്റ്റ് എടുക്കുന്നുണ്ട്. ലെഫ്റ്റ് എടുത്തിട്ട് ഏത് പോയിന്റിലെത്തി? Z എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്തി. ഇത് Z, ഇതെന്താണ് X എന്നൊരു പോയിന്റ്, ഇത് Z എന്ന്. ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ ഫാർ ആൻഡ് ഇൻ വിച്ച് ഡയറക്ഷൻ പോയിന്റ് Z ഫ്രം പോയിന്റ് X? Xൽ നിന്ന്, ഇതാണ് Xൽ നിന്ന് Z എത്ര ദൂരം, ഏത് ഡയറക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്, എത്ര ഡയറക്ഷൻ ആണ്? 100 മീറ്റർ അല്ലെ. ഇതേ സെയിം ഡയറക്ഷൻ, ഇവിടെ 70, ഇവിടെ 70 ആണ്, ഇത് സെയിം പോയിന്റ് വന്നു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എത്രയുണ്ട്? 100 ഉണ്ട്. ഇവിടെയും 100 മീറ്റർ. 100 മീറ്റർ എവിടെയാണ്? സൗത്തിലാണ്. അപ്പൊ ഓപ്ഷൻ 100 മീറ്റർ സൗത്തിലേക്കാണ്. ഈ പോയിന്റിൽ നിന്ന് Xൽ നിന്ന് Z ഏത് ഭാഗത്തേക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേക്കാം. Xൽ നിന്ന് Z ഏത് ഭാഗത്തിലേക്ക് ചോദിക്കാൻ എത്രയാണ്? 100 മീറ്റർ ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആൽഫ ന്യൂമറിക് സീരീസ് ആണ് കേട്ടോ. നമ്പർ സീരീസും ലെറ്റർ സീരീസും കൂടെ ചേർന്ന് വരുന്നതാണ്. അപ്പൊ അടുത്തത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് തന്നിരിക്കുന്നത് തമ്മിലുള്ള ബന്ധമാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം തന്നിരിക്കുന്നത് തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അടുത്തത് ഇവിടെ എന്ത് വരും എന്ന്. അങ്ങനെയാണ് ഈ സാധാരണ ആൽഫ ന്യൂമറിക് സീരീസ് ഒക്കെ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കപ്പോ ആദ്യം ഇവിടെ കുറച്ച് നമ്പറും ലെറ്ററും ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ.
1AZC2 3DYF4 7GX8 അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ തമ്മിൽ എങ്ങനെയാണ് അടുത്ത സീരീസ് ആയിട്ട് പോകുന്നത് ബന്ധം നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ ഈ 1ഉം 3ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്ന് നോക്കുക. 3ഉം 7ഉം തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ. അതുപോലെ ഈ 2ഉം 4ഉം 4ഉം 8ഉം 2ഉം 4ഉം 8ഉം നമുക്ക് കിട്ടും. 2 × 2 4ആണ്, 4 × 2 8. അപ്പൊ 8 × 2 16 ആയിരിക്കും. അപ്പൊ ലാസ്റ്റ് നമ്പർ എത്രയാണ്? 16 എന്ന് കിട്ടി. അപ്പൊ ഇനി ആദ്യത്തെ നമ്പറിന് 1 × 3 അതെങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അപ്പം 1 × 2 + 1 എന്താണ്? 3 എന്ന് കിട്ടും. അതുപോലെ എന്ത് ചെയ്യും? 3 × 2 + 1 എന്തെന്ന് കിട്ടും? 7 എന്ന് കിട്ടും. അത് പോസിബിലിറ്റി ആണ്, നമ്മൾ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പൊ 7 എന്ന് കിട്ടി. അപ്പൊ ഇത് രണ്ടും കറക്റ്റ് ആയതുകൊണ്ട് അടുത്തത് എന്തായിരിക്കും? 7 × 2 + 1 എത്രയാണ്? 16. 7 × 14, 14 + 1 15 ആണ്. അപ്പൊ ലാസ്റ്റും ഫസ്റ്റും നമ്പർ കിട്ടി, 15ഉം 16. ഇനി നമുക്ക് ഇതാണ് ഈ നമ്പർ AZCയും DYFഉം GXIയും ആണ് കിട്ടേണ്ടത്. അത് തമ്മിൽ എങ്ങനെയാണ് എന്താണ് കണക്ട് ചെയ്ത് പോയിരിക്കുന്നത് നോക്കാം. അപ്പൊ ഈ നടുക്കുള്ളത് നോക്കുമ്പോ ZYX ആണ് അല്ലെ. അപ്പം ZYX ആണെങ്കിൽ ഇവിടെ നടുക്ക് ഏതായിരിക്കും? W ആയിരിക്കും. അങ്ങനെയാണ് പോയിരിക്കുന്നത്, തിരിച്ചാണ് പോയിരുന്നത്. ZYX അടുത്തത് W ആയിരിക്കും. ഇനി നമുക്ക് അറ്റത്തുള്ള രണ്ടെണ്ണം AC കണ്ടുപിടിക്കണം. A കഴിഞ്ഞിട്ട് എന്താണ്? +3 ആണ് അല്ലെ. A +3 ആണ്. D + 3 G. ABCD EFG HI അടുത്ത് J വരും. J. ഇപ്പൊ തന്നെ നമുക്ക് കിട്ടി. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സിയും എന്താണ്? +3 ആണ്, +2 ആണത്. അപ്പൊ അത് നോക്കുമ്പോ എന്താണ്? I ആണ്. ഈ JKL. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഓരോ നമ്പേഴ്സ് എങ്ങനെയാണ് അടുത്തതിലേക്ക് പോയിരിക്കുന്നത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അടുത്തൊരു നമ്പർ സീരീസ് ആണ് കേട്ടോ. 3, 7, 13, 21, 31 ഇങ്ങനെ ഒരു നമ്പർ സീരീസ് ആണ്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഡിഫറൻസ് എടുത്തു നോക്കാം. 3, 7, 4, 7ഉം 13ഉം 6, 13ഉം 21ഉം 8, 21ഉം 31ഉം 10. അപ്പൊ അടുത്ത് എന്തായിരിക്കും? 12 ആയിരിക്കും. 31 + 12 എത്രയാണ്? 43. ആൻസർ 43. ഓക്കെ, അതുപോലെ അടുത്തൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് കേട്ടോ. ഒരു സ്ക്വയർ ടേബിളിൽ നമുക്ക് വരിക്കുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സിറ്റിംഗ് അറൗണ്ട് സ്ക്വയർ ഫേസിംഗ് സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫേസിംഗ് സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? 4 പേര് കോർണറിലാണെന്ന് പറയുന്നുണ്ട്. 4 ഓഫ് ദം കോർണറും 4 ഓഫ് ദം എന്താണ്? സൈഡിലുമാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് 2 എണ്ണം വരയ്ക്കണം. ഏതിലാണ് കിട്ടുന്നത് നോക്കിയിട്ട് 2 എണ്ണം വരയ്ക്കുകയാണ്. എത്ര പേരുണ്ട്? 8 പേരുണ്ട്. 4 പേര് കോർണറിലും 4 പേര് സൈഡിലുമാണ്. 4 പേര് കോർണറിലും 4 പേര് സൈഡിലുമാണ്. എല്ലാവരും സെന്ററിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ആദ്യം ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് വെക്കാം. ബോത്ത് എ ആൻഡ് സി ആർ സിറ്റിംഗ് അറ്റ് ദ ഓപ്പോസിറ്റ് കോർണേഴ്സ് എന്നാണ്. ബോത്ത് എയും സിയും എങ്ങനെയാണ് ഓപ്പോസിറ്റ്? അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഒരു ഓപ്പോസിറ്റ് കോർണേഴ്സിൽ എയും സിയും വെക്കാം. അപ്പം എയും സിയും ഞാൻ വെറുതെ കോർണറിൽ വെച്ചു. പിന്നെ F and D ആർ സിറ്റിംഗ് ഓപ്പോസിറ്റ്. അപ്പൊ ഒരു കോർണറിൽ A and C, അടുത്ത കോർണറിൽ F and D എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ F ഇവിടെ വെക്കുന്നു, D ഇവിടെ വെക്കുന്നു. ഇപ്പുറത്തേല് ഒന്ന് മാറ്റി വെക്കുവാണ്. ഇവിടെ F വെക്കുന്നു, ഇവിടെ D വെക്കുന്നു. ഓക്കെ, എങ്ങനെയാണോ നമുക്ക് അറിയില്ലല്ലോ. F and D. അടുത്ത ഓൺലി G ഈസ് ബിറ്റ്വീൻ A ആൻഡ് F. എക്കും എഫിനും ഇടയിൽ G മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇവിടെയും എക്കും എഫിനും ഇടയിൽ G മാത്രമേ ഉള്ളൂ. ഓൺലി B ഈസ് ബിറ്റ്വീൻ A ആൻഡ് D. എക്കും ഡിക്കും ഇടയിൽ B മാത്രമേ ഉള്ളൂ. എക്കും ഡിക്കും ഇടയിൽ B മാത്രം. H ഈസ് ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് C. സിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ് H എന്ന് പറഞ്ഞിട്ടുണ്ട്. സിയുടെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിലാണ് H എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒരെണ്ണം മാത്രമേ വെക്കാനുള്ളൂ അല്ലെ. G ഈസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് F ആണ്. G ഈസ് ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് F ആണ്. ഓക്കെ, G ഇവിടെയാണ്. G എപ്പോഴാണ്? ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് F. എമ്മിന്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് G ഇരിക്കുന്നത് എന്ന് പറയുന്നത്. കറക്റ്റ് ആണ്. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇവിടെ നോക്കിയേ, G ഇസ് ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് F ആണോ? അല്ല, G ആണ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് F ആണ്. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. അപ്പൊ നമുക്ക് ഇനി ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരെണ്ണം മാത്രമേ വെക്കാനുള്ളൂ. നമുക്ക് അത് എടുത്ത് വെച്ചാൽ മതി. പക്ഷെ എന്താണ്? എല്ലാ ഓപ്ഷൻസും എല്ലാ സെന്റൻസും കറക്റ്റ് ആണോ എന്ന് നോക്കണം. എങ്കിൽ നമുക്ക് ഇവിടെ വെറുതെ ഈ എടുത്ത് വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ അല്ല. E is second to the right of H. Hന്റെ സെക്കൻഡ് റൈറ്റ് ആണ് എന്ത്? E വരുന്നതാണ്. H ഇവിടേക്കുന്നു, Hന്റെ സെക്കൻഡ് റൈറ്റ്. അപ്പൊ നമ്മൾ ഇവിടെ വെച്ചിരുന്നെങ്കിലോ നമ്മൾ വിചാരിക്കുന്നതാണ് ഇതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏതും തെറ്റും. സോ ബാക്കിയുള്ളതും കൂടി വായിച്ചു നോക്കുമ്പോൾ എന്താണ്? അത് കറക്റ്റ് അല്ല എന്ന് മനസ്സിലാവും.
ഓക്കെ, ഡി ഈസ് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് സി. സിയുടെ സെക്കൻഡ് ലെഫ്റ്റ് ആണ് ഡി. ഓക്കെ, കറക്റ്റ് ആണ്. ഡി ഈസ് തേർഡ് ടു ലെഫ്റ്റ് ഓഫ് ഇ. ഇയുടെ 1, 2 ലെഫ്റ്റ് ആണ്. 1, 2, 3 തേർഡ് ലെഫ്റ്റ് ആണ് ഡി ഇരിക്കുന്നത്. അപ്പൊ എല്ലാം കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് ബി. ബിയുടെ സെക്കൻഡ് ലെഫ്റ്റ് 1, 2 ഇതാണ് സെക്കൻഡ് ലെഫ്റ്റ്. ആൻസർ ജി ആണ് വരുന്നത്. ഓക്കെ, നമ്മൾ എപ്പോഴും വരയ്ക്കുമ്പോൾ 2, 3 ഒക്കെ വരച്ച് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ അടുത്ത് വീണ്ടും ഒരു ഡയറക്ഷന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഗായത്രി സ്റ്റാർട്ട്സ് വാക്കിംഗ് ഫ്രം ഹെർ ഹോം ആൻഡ് ഗോസ് 100 മീറ്റർ ടുവാർഡ്സ് സൗത്ത്. സൗത്ത് ഡയറക്ഷനിലാണ് ആദ്യം പോകുന്നത്. അപ്പൊ വീട് ഇവിടെയാണെന്ന് വിചാരിക്കുക. വീട്ടിൽ നിന്ന് 100 മീറ്റർ സൗത്ത് ഡയറക്ഷനിലേക്ക് പോവാണ്. 100 മീറ്റർ സൗത്ത് ഡയറക്ഷനിലേക്ക് പോയി. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഷീ ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 120 മീറ്റർ. ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് 120 മീറ്റർ പോകുന്നുണ്ട്. 120 മീറ്റർ പോകുന്നുണ്ട്. വീണ്ടും റൈറ്റ് എടുത്ത് 100 മീറ്റർ പോകുന്നുണ്ട്. 100 മീറ്റർ. അപ്പൊ സെയിം ഇതിന്റെ അതേ സെയിം ആയിട്ടുണ്ട്. ഷീ ഫൈനലി ടേൺസ് റൈറ്റ് എഗെയിൻ ആൻഡ് വാക്സ് 180 മീറ്റർ. വീണ്ടും റൈറ്റ് എടുത്ത് എത്രയാണ്? 180 മീറ്റർ പോകുന്നുണ്ട്. 180 മീറ്റർ മൊത്തം. ഇത്രയും എന്താണ്? 120 ആയിരിക്കും. ബാക്കി എത്രയാണ്? 60 ആയിരിക്കും അല്ലെ? ഇവിടെ എത്തി. ഹൗ ഫാർ ഈസ് ഷീ നൗ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ് അല്ലെ? ഇതിൽ നിന്ന് ഇപ്പൊ എത്ര ദൂരെയാണ് നിൽക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എത്ര ദൂരെയാണ്? 60 മീറ്റർ. 60 മീറ്റർ ആണ് നിൽക്കുന്നത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു POQ സെറ്റ്സ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. 5-6 ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് ചെയ്യാനായിട്ട് കുറച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് POQ. ഇതിന്റെ ബേസിക് ഒന്നും ഞാൻ പറയുന്നില്ല. ബേസിക് വരയ്ക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് അത് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഇത് കുറച്ചുകൂടി എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ കോഡിംഗ് ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതെന്ത് ചെയ്യുക? ഒന്നുകൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് POQ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.